പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു ആണ് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഉടനെ പോയി ഹോസ്പിറ്റലിൽ പോയി മെഡിസിൻ എടുക്കാതെ ആദ്യം തന്നെ നിങ്ങളുടെ അടുക്കളയിലുള്ള ഈ ഒരു 5 ഭക്ഷണങ്ങൾ ഒഴിവാക്കി നോക്കുക. അതിന് പുറമേ തന്നെ ഈ ഒരു 5 ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് എന്തൊക്കെ കഴിക്കണം എന്നുള്ളതും നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. എന്തൊക്കെയാണ് പൈൽസ് വരാനായിട്ടുള്ള കാരണങ്ങളും അതേപോലെ മിക്കുള്ള ആളുകൾക്ക് പൈൽസ് വരുന്നതിന് മുന്നേ ആയിട്ട് മലബന്ധം കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ പേര് ഡോക്ടർ സാൻഡ്ര അജിത്, മെഡിക്കൽ ഓഫീസർ QNB ഹെൽത്ത് കെയർ. എന്താണ് പൈൽസ് അഥവാ മൂലക്കുരു അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്? അതായത് ഇതിനെ ഡൈലേറ്റഡ് വെരിക്കോസ് വെയിൻ എന്നാണ് പറയുന്നത്. അതായത് ഇതിപ്പോൾ കാലിൽ വരികയാണെങ്കിൽ നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയും. അതേപോലെ വൃക്ഷണങ്ങളിൽ വരികയാണെങ്കിൽ വെരിക്കോസ് സീൽ എന്ന് പറയും. അതിപ്പോൾ ഏനസിൻ്റെ ഭാഗത്ത്, അതായത് മോഷൻ പോകുന്ന ഏരിയയിൽ വരുമ്പോഴാണ് നമ്മളതിന് പൈൽസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ബ്ലഡ് വന്നിട്ട്, അതായത് ഞരമ്പുകളെല്ലാം കൂടെ തടിച്ചു കൂടി വരുന്ന ഒരു കണ്ടീഷനാണ്. മലദ്വാരത്തിന് ചുറ്റും ആയിട്ട് വരുന്നതിനാണ് നമ്മൾ പൈൽസ് എന്ന് സാധാരണ പറയുന്നത്. ഇത് 2 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. ഇന്റേണൽ പൈൽസ് ഉണ്ട്, എക്സ്റ്റേണൽ പൈൽസ് ഉണ്ട്. അതായത് അകത്തുള്ളതുണ്ട്, പുറത്തുള്ളതുണ്ട്. അപ്പോൾ അകത്തുള്ളതാണെങ്കിൽ പൊതുവെ അങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. അവിടെ ഒരു അസഹനീയമായ ചൊറിച്ചിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഉള്ളിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അത് മോഷനിൽ വന്നിട്ട് ബ്ലഡോ കാര്യങ്ങളോ ഒക്കെ നോട്ടീസ് ചെയ്യുമ്പോഴാണ് അത് അറിയുന്നത്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ പൈൽസ് ആകുമ്പോൾ അത് അവർക്ക് അറിയാനും പറ്റും. അതുപോലെ അല്ലാതുള്ള ബ്ലീഡിങ്ങോ കാര്യങ്ങളോ പ്രത്യേകിച്ച് ഉണ്ടാകില്ല. പക്ഷേ ഇത് കൃത്യമായിട്ട് അറിയും. വേദനയും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് പ്രധാനമായിട്ടൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൈൽസ് വരുമ്പോൾ ചില ആളുകൾക്ക് ബ്ലീഡിങ് ഉണ്ടാകാറുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ബ്ലീഡിങ് ആണ് എന്ന് കണ്ട ഉടനെ തന്നെ അതങ്ങ് ഉറപ്പിക്കരുത് സ്വന്തമായിട്ട് അത് പൈൽസ് ആണ് എന്നുള്ളത്. ഒരു ഗ്യാസ്ട്രോ ഡോക്ടറിനെ കണ്ടതിന് ശേഷം അത് ഉറപ്പ് വരുത്തുക, അത് പൈൽസ് ആണോ അല്ലയോ എന്നുള്ളത് ആദ്യം ഉറപ്പ് വരുത്തുക. കാരണം അത് ചിലപ്പോൾ IBS എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ ബുദ്ധിമുട്ടുകളായിരിക്കാം. അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് എന്നൊക്കെ പറയുന്ന ചിലപ്പോൾ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു കൊളോൺ ക്യാൻസർ, അതായത് കുടൽ ക്യാൻസറിൻ്റെ തുടക്കമായിരിക്കാം. ഇനി അതും അല്ലെങ്കിലായിരിക്കാം പൈൽസ്. അപ്പം കൂടുതൽ പേർക്കും അത് പൈൽസ് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. പക്ഷേ എന്നും പറഞ്ഞ് പേടിക്കേണ്ട, അതൊന്ന് ഉറപ്പ് വരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് ഒരു കൊളോണോസ്കോപ്പി എടുക്കേണ്ട കേസാണെങ്കിൽ അത് അങ്ങനെ എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ എന്തെങ്കിലും തുടക്കമാണെങ്കിൽ അവരത് ബയോപ്സിക്ക് അയക്കുകയോ അല്ലെങ്കിൽ അത് അവിടുന്ന് കട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനോ അപ്പോൾ തന്നെ ഉണ്ടാവും. അപ്പം ആദ്യം അത് കൺഫേം ചെയ്യുക, അത് പൈൽസ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് നമുക്ക് ഫസ്റ്റ് പറയാം, നമ്മുടെ ഡയറ്റിനകത്ത് ഫൈബർ, ഫാറ്റ്, വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറയുന്ന സമയത്ത്, അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് അളവിൽ നല്ല ഗുഡ് ഫാറ്റ് നമ്മൾ എടുക്കുന്നില്ല, നല്ല കൊഴുപ്പ് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇനി അതല്ല കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ നിയന്ത്രിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മുടെ ഡയറ്റിൻ്റെ പോർഷൻ വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. പിന്നുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ടോയ്ലറ്റ് ഹാബിറ്റ്സ് ആണ്. അതായത് റെഗുലറായിട്ട് വാഷ്റൂമിൽ പോകുന്നവരല്ല എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ടൈം തെറ്റി പോവുക, ടോയ്ലറ്റ് അർജൻറ്റായിട്ട് പോലും അത് അവർ ഹോൾഡ് ചെയ്ത് വെക്കുക, ഒരു വർക്ക് കഴിഞ്ഞിട്ട് പോകാം, അങ്ങനെയുള്ള തോട്ടുള്ള ആളുകൾക്കാണെങ്കിൽ കൂടുതലും പൈൽസ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ നേരം ബോഡി ഹീറ്റ് ആകുന്നതോടെ പൈൽസ് വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് പോസ്ചറും അതേപോലെ പ്രഷറും ഗട്ട് ഹെൽത്തും എല്ലാം ഒരേപോലെ വരുന്ന ഒരു കാര്യമാണ് ഈ പൈൽസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ചില ആളുകൾക്ക് ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ആയിട്ടുള്ള ജോബും കാര്യങ്ങളും ഉള്ള ആളുകൾക്ക് അതൊക്കെയും പൈൽസ് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെയാണ് പ്രഗ്നൻസി ടൈമിൽ അമിതവണ്ണമുള്ള സമയത്ത് ഇതെല്ലാം വയറിലേക്ക് പ്രഷർ കൂടി നിൽക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ആ സമയത്തും പൈൽസ് വരാം. അതേപോലെ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ലേബർ ആണെന്നുണ്ടെങ്കിലും ഒക്കെ പൈൽസ് വരാനായിട്ടുള്ള റീസൺസ് ആണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ആദ്യം നോട്ടീസ് ചെയ്യുക, അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതേപോലെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടാണ് മിക്കുള്ള ആളുകൾക്കും പൈൽസ് വരുന്നതിന് മുന്നേ ആയിട്ട് കാണുന്നത്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് മലബന്ധം. അതായത് ഇത് വരാനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ട് അളവിൽ നമ്മൾ ഉള്ളിലേക്ക് ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നില്ല. അതുപോലെ
ഫാറ്റിൻ്റെ കണ്ടൻറ്റ്, അതായത് നല്ല കൊഴുപ്പ് നമ്മൾ കൃത്യമായിട്ട് കഴിക്കുന്നില്ല, അതേപോലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ശരീരത്തിൽ കുറയുമ്പോഴും ഈ ഒരു പ്രശ്നം വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളം നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയത്ത് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരം കുടലിൽ ചെല്ലുമ്പോൾ വെള്ളം മൊത്തത്തിൽ ഇങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു സ്റ്റൂൾ അവിടെ ഇരുന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് അത് പുറത്തു പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് വെള്ളം കുറയുമ്പോൾ ഉള്ള പ്രശ്നം ഉണ്ടാകുന്നത്. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2 തരത്തിലാണ് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളുള്ളത്. അതായത് സോലുബിൾ ഫൈബേഴ്സ് ഉണ്ട്, ഇൻസോലുബിൾ ഫൈബേഴ്സ് ഉണ്ട്. സോലുബിൾ ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലും ഫ്ലാക്സ് സീഡ്, വെണ്ടയ്ക്ക, വാഴക്കൂമ്പ്, ആ ഒരു മെഴുമെഴുപ്പുള്ള ഇതിനെയാണ് സോലുബിൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് മിക്സ് ആവുകയും ആ ഒരു സ്ലിപ്പ് കാരണം പെട്ടെന്ന് മോഷൻ പുറത്തേക്ക് പോകാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ഇൻസോലുബിൾ ഫൈബർ എന്ന് പറയുമ്പോൾ അതൊരു ചൂല് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ആ ഒരു കുടൽ ക്ലീൻ ചെയ്ത് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ഇൻസോലുബിൾ ഫൈബേഴ്സ് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് കൂടുതലും ഹോൾ ഗ്രെയിൻസ്, തവിടരി, ഓട്സ്, ബാർലി, ഇതൊക്കെ നല്ല നാരുകളാണ്. അതേപോലെ സലാഡ്സ്, കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇലവർഗ്ഗങ്ങൾ, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് സലാഡ്സ് ഇപ്പോഴും ഒരു കുക്ക്ഡ് മീലിന് മുന്നേ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ഫാറ്റിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നല്ല രീതിയിൽ ഫാറ്റ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ബൈൽ സെക്രീഷൻ അധികമായിരിക്കും. അപ്പോൾ അതായത് ഗോൾ ബ്ലാഡറിൽ നിന്ന്, അതായത് ആ ഒരു പിത്തസഞ്ചിയിൽ നിന്ന് നമുക്ക് ആ ഒരു പിത്തം അധികമായിട്ട് വരികയും നന്നായിട്ട് ഇത് ഡൈജഷൻ നടക്കുകയും ആ ഒരു സ്ലിപ്പ് കാരണം പുറത്തേക്ക് മോശം പോവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഒരു 3 കാര്യത്തിൻ്റെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് കൃത്യമായിട്ട് 3ഉം കറക്റ്റ് രീതിയിൽ എടുക്കാൻ നോക്കുക. അതേപോലെ ഫാറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും പറയും താറാമുട്ട കഴിക്കാൻ പറയാറുണ്ട് പൈൽസ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം ഇത് തന്നെയാണ്. കൃത്യമായിട്ട് നല്ല എമൗണ്ടിൽ അവിടെ ഒരു നല്ല കൊഴുപ്പ് ചെല്ലുമ്പോൾ അവിടെ ബൈൽ സെക്രീഷൻ അധികമാവുകയും അത് നന്നായിട്ട് ഡൈജഷൻ ആവുകയും മോഷൻ ക്ലിയർ ആവുകയും അങ്ങനെ പൈൽസ് ക്യൂർ ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും തന്നെയാണ്. ഇനി നമുക്ക് ഒഴിവാക്കേണ്ട ആദ്യത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഫുഡ് തന്നെയാണ്. അതായത് വൈറ്റ് ബ്രെഡ്, പാസ്ത, അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡ് തന്നെയാണ് നമുക്ക് ആദ്യം ഒഴിവാക്കേണ്ടത്. അതിനകത്ത് റിഫൈൻഡ് ആയിട്ടുള്ള കാർബ്സ് കൂടുതലാണ്, അതുപോലെ ഫാറ്റ്സ്, അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ്, കൊഴുപ്പ് കൂടുതലാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ഒരു ഫൈബർ കണ്ടൻറ്റ് അതിനകത്തില്ല. അതായത് നാരുകൾ അതിനകത്ത് അടങ്ങാത്തത് കൊണ്ട് തന്നെ ഇത് മലബന്ധത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതോടൊപ്പം ഈ മോഷൻ ക്ലിയർ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തത് എന്താ വെച്ചാലും സ്പൈസി ഫുഡ്. അതായത് സ്പൈസി ഫുഡ് ഒരിക്കലും പൈൽസ് ഉണ്ടാക്കില്ല, പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇത് കൂട്ടി വിടുന്നുണ്ട്. അതായത് ആ ഒരു ഏരിയയിൽ വേദനയും പുകച്ചിലും ബേണിംഗ് സെൻസേഷനൊക്കെ കൂട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. അപ്പോൾ സ്പൈസി ഫുഡ് കഴിക്കുന്ന ചില സമയങ്ങളിൽ സാധാരണ ഉള്ളവരാണെങ്കിൽ പോലും കുറച്ചുകൂടെ എരിവുള്ളത് കഴിക്കുമ്പോൾ ഈ ഒരു മോഷൻ പോകുന്ന ഏരിയയിൽ സാധാരണ എരിവ് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് കഴിക്കുന്നവർക്ക് ഈ ഒരു പ്രശ്നം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാലും റെഡ് മീറ്റ്. അധികമായിട്ട് പ്രോട്ടീൻ കണ്ടൻറ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും പ്രോട്ടീൻ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാലും ഒരു അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് ഫാറ്റും കൂടെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡൈജഷന് ഇത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഈ മീറ്റ് ഐറ്റംസ് ഒക്കെ അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഫൈബറിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. അത് മാത്രമല്ല ഇതിൻ്റെ ദഹനത്തിൻ്റെ സമയം കൂടുതലുമാണ്. ഇങ്ങനെയുള്ള സമയത്ത് ഇത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാനായിട്ടുള്ള കാരണങ്ങളാവുന്നുണ്ട്. അതേപോലെ ബോഡി ഹീറ്റ് കൂട്ടാനും ഇത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നാലാമത്തെ ഭക്ഷണം എന്താ വെച്ചാലും കഫൈനേറ്റഡ് ഡ്രിങ്ക്സ് തന്നെയാണ്. അപ്പോൾ ഇത് കോഫി പോലെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ബോഡി പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആക്കും, നിർജ്ജലീകരണം ഉണ്ടാക്കുകയും നമുക്ക് ആ ഒരു മോഷൻ പാസ് ചെയ്യുന്നതിനകത്ത് അവിടെ ആ സ്റ്റൂൾ, അതായത് മലമൊക്കെ അങ്ങ് കട്ടിയാക്കിയിട്ട് മോഷൻ പുറത്തു പോവാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. പിന്നെ അഞ്ചാമത്തെ എന്താ വെച്ചാൽ ആൽക്കഹോൾ തന്നെയാണ്. ഇതും നിർജ്ജലീകരണം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല ഇത് ലിവർ കഞ്ചഷൻ ഉണ്ടാക്കും. ലിവർ കഞ്ചഷൻ എന്ന് പറയുമ്പോൾ ലിവറിന് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് ലിവറിൻ്റെ ആ ഒരു ഫ്ലോ, അതായത് ബ്ലഡ് ഫ്ലോ വന്നിട്ട് ഇത് അങ്ങ് പ്രിവെൻറ്റ് ചെയ്യും. അത് ബാക്ക് ഫ്ലോ കൂട്ടി, അതായത് ആ ഒരു സാധാരണ രീതിയിൽ പോകുന്ന ബ്ലഡ് കറക്റ്റായിട്ട് ലിവറിലേക്ക് എത്തിപ്പെടാത്തതുകൊണ്ട് അത് തിരിച്ച് പല വെയിൻസിലേക്ക് പോകാറുണ്ട്. അങ്ങനെ ഇത് പൈൽസും കോസ് ചെയ്യും. താഴേക്ക് ഉള്ള റെക്ടൽ
വെയിൻസിലേക്കാണ് പോകുന്നതെങ്കിൽ അതങ്ങ് പൈൽസ് കോസ് ചെയ്യും. അങ്ങനെ ഇത് ഓരോ വെയിൻസിലേക്കാണ് പോകുന്നതെങ്കിൽ അത് അവിടെ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ വയറിലേക്കുള്ള വെയിൻസിലേക്കാണ് അത് പ്രഷർ കൂട്ടുന്നതെങ്കിൽ അതിപ്പോൾ വയറിൽ റപ്ചറായി ബ്ലഡൊക്കെ അവിടെ സ്പില്ലാവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അത് ചിലപ്പോൾ മോഷൻ പോകുന്ന ടൈമിലായിരിക്കും ഒരു ബ്ലഡ് കലർന്ന ഒരു മോഷൻ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ആൽക്കഹോള് പലതരത്തിലാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ബോഡി ഡീഹൈഡ്രേറ്റ് മാത്രമല്ല ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. 44% ആളുകൾക്കും കോൺസ്റ്റിപ്പേഷൻ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല, അതായത് മലബന്ധം ഉണ്ടായിരിക്കില്ല, പക്ഷെ അവർക്ക് പൈൽസ് ഉണ്ടാവും. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിവർ ഹെൽത്ത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടും അതിങ്ങനെ വരാവുന്നതാണ്. അതപ്പം നമുക്ക് കണ്ടുപിടിക്കാനൊരു കാരണമാവും. അതിപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ അന്നേരം ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ ഒരു പൈൽസ് പേഷ്യൻറ്റിന് കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും തന്നെയാണ്. പ്രീബയോട്ടിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫൈബർ ആണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് തന്നെ ഇൻസോലിബിൾ ഉണ്ട്, സോലിബിൾ ഫൈബേഴ്സ് ഉണ്ട്. അതായത് ആദ്യം പ്രധാനം പറയുകയാണെങ്കിൽ നമുക്ക് ഹോൾ ഗ്രെയിൻസ് തന്നെയാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഓട്സ്, ബാർലി, പിന്നെ ക്യുനോവ, ഇതൊക്കെ തന്നെയും നല്ലതാണ്. ഇതിനകത്ത് ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാക്കാതെ പൈൽസിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ ലീഫി ഗ്രീൻസ് വെജിറ്റബിൾസ് ആണ്. ചീര, ബ്രൊക്കോളി അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ധാരാളമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫൈബർ കണ്ടൻറ്റ് അധികമാണ്, വാട്ടർ കണ്ടൻറ്റ് അധികമാണ്, അതേപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിന് കൂടുതലാണ്. അപ്പം ഇതും ഗട്ട് ഹെൽത്തിന് കൂടെ നല്ലതാണ്. മൂന്നാമത്തെ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ് വിത്ത് സ്കിന്ന്, അതായത് പിയർ, ആപ്പിൾ ഇങ്ങനെയുള്ളത് അത് തൊലിയോടെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റും കൂടെ, ആപ്പിളൊക്കെ അത്യാവശ്യം നല്ല ഫൈബറുള്ള ഫ്രൂട്ട് കൂടിയാണ്. അപ്പോൾ അതങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതിനകത്തും ഫൈബർ കണ്ടൻറ്റ് അധികമാണ്. ഇതും പൈൽസ് ക്യൂർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വാട്ടർ കണ്ടൻറ്റ് അധികമായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. കുക്കുംബർ, ബോട്ടിൽ ഗോഡ്, ആഷ് ഗോഡ് അങ്ങനെയുള്ള കൂടുതൽ പംകിൻ, പൊമഗ്രാനേറ്റ്, ബീട്രൂട്ട്, ക്യാരറ്റ് ഇതൊക്കെ തന്നെയും ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സലാഡ്സ് പോലെ എപ്പോഴും കഴിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും നമ്മൾ വേവിച്ച ആഹാരത്തിന് മുന്നേ അര ബൗൾ സലാഡ് കഴിക്കുന്നത് ശീലമാക്കുക. അത് ഫ്രൂട്ട് ബൗൾ ആയിക്കോട്ടെ, വെജിറ്റബിൾ സലാഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും തരത്തിലൊരു റോ ആയിട്ട് സലാഡുകൾ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെയാണ് പരിപ്പ്, പയർ വർഗ്ഗങ്ങൾ കഴിക്കുന്നതും ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ, മലബന്ധത്തിനെ പ്രിവെൻറ്റ് ചെയ്ത് പൈൽസിനെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പരിപ്പ്, പയർ, കടലയൊക്കെ കഴിക്കുമ്പോൾ മിക്ക ആളുകൾക്കും അത് ഗ്യാസ് കയറാറുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. അത് രാവിലെ കുക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് അത് എടുത്തുകൊണ്ട് പോയിട്ട് കഴിക്കാതിരിക്കുക. മാക്സിമം അത് തന്നെ ചെയ്യുക. പിന്നെ ഉള്ളത് ഒരു 10-12 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച് അതിൻ്റെ ഗ്യാസ് കളഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല ഓവർനൈറ്റൊക്കെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല സ്പൈസും കാര്യങ്ങളും ഒക്കെ ആഡ് ചെയ്യുക. ജിഞ്ചർ, ഗാർലിക് അങ്ങനെയുള്ളതൊക്കെ ധാരാളമായിട്ട് ആഡ് ചെയ്ത് കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാസ് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. പിന്നെ അടുത്ത പറയാൻ പറ്റുക എന്താ വെച്ചാൽ പ്രോബയോട്ടിക് കഴിയുക. ഇപ്പോൾ പ്രീബയോട്ടിക്കിൻ്റെ കാര്യം പറഞ്ഞു. ഈ പ്രോബയോട്ടിക് എന്താ വെച്ചാൽ നല്ല പുളിയില്ലാത്ത തൈരും മോരും ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ പുളിയില്ലാത്ത തൈരും മോരൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരു കൈൻഡ് ഓഫ് ബാക്ടീരിയ മാത്രമായിരിക്കും ചിലപ്പോൾ കിട്ടുക, 1-2 കൈൻഡ് ഓഫ് ബാക്ടീരിയ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടുന്ന സപ്ലിമെൻറ്റ്സും കൂടി എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ബാക്ടീരിയാസിൻ്റെ അളവും നമ്മുടെ ഗട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പം നമ്മുടെ ഗട്ടിൽ ബാക്ടീരിയാസ് അധികമാണോ അല്ലയോ എന്നുള്ളത് ആദ്യം നോക്കുക. ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആണോ എന്നുള്ളത് ആദ്യം നോക്കുക. എപ്പോഴും പൈൽസ് ഉള്ള പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബന്ധം വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. വെള്ളം നന്നായിട്ട് കുടിക്കാൻ നോക്കുക. ഒരിക്കലും ആഹാരത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കാണ്ടിരിക്കുക. ഒന്നെങ്കിൽ അരമണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ശേഷം മാത്രമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. വെള്ളം കുടിക്കുമ്പോൾ എപ്പോഴും പ്ലെയിൻ വാട്ടർ കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരുപാട് തണുത്ത വെള്ളം കുടിക്കണം എന്നില്ല, ഒരുപാട് ചൂടുവെള്ളവും കുടിക്കണമെന്നില്ല. എപ്പോഴും ഒരു ന്യൂട്രൽ വാട്ടർ കുടിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ തന്നെയാണ് നല്ല എമൗണ്ട് ഫാറ്റ് എപ്പോഴും എടുക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അത് മോഷൻ കട്ടിയാക്കാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതുപോലെ നന്നായിട്ട് ദഹനം നടക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഗുഡ് ഫാറ്റ് എപ്പോഴും എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്ന എന്തൊക്കെ വൈറ്റമിൻസും മിനറൽസും ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ എ വേണം. അതായത് ചീര, മുരിങ്ങയിലക്കകത്തൊക്കെ നമുക്കത് കിട്ടുന്നതാണ്. ഇലവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിച്ചാൽ മതി. വൈറ്റമിൻ സി നമുക്ക് കൂടുതലും സിട്രസ് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ലെമൺ, ഓറഞ്ച് അങ്ങനെയുള്ള പഴവർഗ്ഗങ്ങൾ കഴിക്കാം. ടൊമാറ്റോ ഒക്കെ നല്ല, ഗുവ ഇതൊക്കെ വൈറ്റമിൻ സി റിച്ച് ആണ്. അതുപോലെ തന്നെ
വൈറ്റമിൻ ഡി, എഗ്ഗ്, മഷ്റൂം ഒക്കെ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കാം. സൺലൈറ്റ് ദിവസവും 20 മിനിറ്റ് വെച്ച് കൊള്ളാവുന്നതാണ്. അതുപോലെ തന്നെ സെലീനിയം, സിങ്ക്, മഗ്നീഷ്യം ഇതൊക്കെ തന്നെയും വേണ്ടുന്ന മിനറൽസ് ആണ്. സെലീനിയം കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതലും നല്ല ബ്രസീലിയൻ നട്ട്സ് 1-2 വെച്ച് ദിവസം കഴിക്കാവുന്നതാണ്. പിന്നെ വാൽനട്ട്, പംകിൻ സീഡ് ഇതൊക്കെ തന്നെ നമ്മൾ ഭക്ഷണത്തിനകത്ത് ഉൾപ്പെടുത്തുക. പിന്നെ അവക്കാഡോ നല്ല ഫാറ്റാണ്. ഒലിവ് ഓയിലൊക്കെ നല്ല തരത്തിലുള്ള ഫാറ്റാണ്. പിന്നെ സിങ്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓയിസ്റ്റേഴ്സ്, എപ്പോഴും കല്ലുമ്മക്കായാണ് കൂടുതലും സിങ്കിൻ്റെ ആ ഒരു റിച്ചസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് കല്ലുമ്മക്കായാണ്. അത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ ബനാന, ഡാർക്ക് ചോക്ലേറ്റും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ഒരു പരിധിവരെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ല ഹാബിറ്റ്സുകൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവന്ന ചെറിയ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തിയാൽ തന്നെ മാറാവുന്ന ഒരു രോഗമേ ഉള്ളൂ പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. അതായത് പ്രത്യേകിച്ച് നമ്മുടെ സ്ലീപ്പ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കുക. സ്ലീപ്പ് കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ബോഡി ഹീറ്റ് കൂടാനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനും ചാൻസ് കൂടുതലാണ്. അതേപോലെ വെയിറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അല്ലാതുള്ള ആൽക്കഹോൾ, പിന്നെ അല്ലാതുള്ള പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ ധാരാളമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കൃത്യമായിട്ട് വെള്ളം കുടിക്കുക. കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക. അത്യാവശ്യമെങ്കിൽ സപ്ലിമെൻറ്റ്സും ഇതിനെടുക്കാവുന്നതാണ്. അതേപോലെ സ്ട്രെസ്സ് കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം കുറയ്ക്കുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ദിവസവും ചെയ്യുന്നത് ഇതിന് ഏറ്റവും നല്ലതാണ്. പിന്നെ അധികമായിട്ട് വെയിറ്റ് ലിഫ്റ്റിങ്ങോ കാര്യങ്ങളോ ഉള്ള ജോലികളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതൊന്നും മാനേജ് ചെയ്യുക. അതേപോലെ ജിമ്മ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പൈൽസിൻ്റെ അധികമായി ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ മാക്സിമം വെയിറ്റ് ലിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക ആ ഒരു സമയത്തേക്ക്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ യോഗയിൽ തന്നെ ബലാസന, ഊർദ്ധമുഖ ശ്വാനാസന, ബദകോണാസന, അപ്പോൾ ഈ ഒരു 3 ആസനാസ ദിവസവും പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈൽസിൻ്റെ പ്രശ്നം വരുന്നതല്ല. നമുക്ക് ഹോം റെമഡീസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാം, രാത്രിയിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 3-4 അത്തിപ്പഴം എടുത്ത് നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുക. പിറ്റേ ദിവസം രാവിലെ അത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കുന്നത് പൈൽസിന് നല്ലതാണ്. അതേപോലെ കാച്ചിയ മോരിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് അത് കഴിക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് സലാഡ്സുകളും നല്ല കൊഴുപ്പുകളും വെള്ളവും ധാരാളമായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതായത് ബോഡി ഹീറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റുന്ന ഇപ്പം നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഡോണട്ട് കുഷ്യൻ എന്ന് പറയും. അതിപ്പം നമ്മുടെ ഒരു വടയുടെ ഒരു ഷേപ്പ് വരും. അപ്പോൾ അത് ഉള്ളിൽ ചെറിയൊരു ഹോള് പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് അവിടെ നേരെ പ്രഷർ കിട്ടുകയില്ല. നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടുകയും ചെയ്യും. ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ ഇനി അതെല്ലാം ഓൺലൈൻ കൺസൾട്ടേഷൻ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. ഇനി മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്